ലീക്കായ സിനിമയാണ് 6 മാസം പെട്ടിയിൽ കിടന്ന സിനിമ. ഇതിനോടകം 1.2 കോടിക്ക് മുകളിൽ ആളുകൾ കണ്ട സിനിമ. രാഷ്ട്രീയ പ്രവേശനം മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു ലോഡ് റെഫറൻസുകൾ കുത്തി നിറച്ച ഒരു റീമേക്ക് ചിത്രം. വിമർശകർക്ക് വിധി എഴുതാൻ, കളിയാക്കി പറയാൻ ഒരുപാട് കാരണങ്ങളുമായി എത്തുന്ന ഒരു തമിഴ് സിനിമയ്ക്ക് ഇങ്ങ് കേരളത്തിൽ 2.5 മണിക്കൂറിൽ 1 കോടിക്ക് മുകളിൽ പ്രീസെയിൽ ഇടാനാകുമോ? പല താരങ്ങളും കൊതിക്കുന്ന നമ്പർ. ലീക്ക്ഡ് സിനിമയും കൊണ്ട് തൂക്കണമെങ്കിൽ ആ നായകന്റെ പേര് വിജയ് എന്നാകണം, ആ സിനിമയുടെ പേര് ജനനായകൻ എന്നും. കരിയറിലെ അവസാന സിനിമയാണ്. മുഖ്യമന്ത്രി കസേര എന്ന തന്റെ സ്വപ്നം അയാൾ നിറവേറ്റി കഴിഞ്ഞു. അതിന് പാതയായി ഒരുക്കിയ ജനനായകൻ മാസങ്ങൾക്കിപ്പുറം തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആരാധകർക്കൊരാഘോഷം എന്നതിനപ്പുറം മറ്റെന്താണ്? വെറുതെ ഒരു വിജയ് സിനിമ വന്നാലേ തിയേറ്ററുകൾക്ക് ഉത്സവമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു സി ജോസഫ് വിജയ് എന്ന ടൈറ്റിൽ കാർഡോട് കൂടി ഒരു സിനിമ വന്നാലോ? ആ ഒരൊറ്റ നിമിഷത്തിനായി കൊതിക്കുന്ന, കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആരാധകരാണ് ആ മനുഷ്യനുള്ളത്. അതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്ന ബുക്കിംഗ് ട്രെൻഡ്. 2026 കേരള ബോക്സ് ഓഫീസിൽ ദൃശ്യം 3 കഴിഞ്ഞാൽ ആദ്യ മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ ചിത്രം. കേരള ബോക്സ് ഓഫീസിലെ ഈ വർഷത്തെ ഫാസ്റ്റസ്റ്റ് 50 ലാക്ക് പ്രീസെയിൽ. 2.5 മണിക്കൂറിൽ 1 കോടി. ജൂലൈ 18 വൈകിട്ട് 6 മണിക്ക് ബുക്കിംഗ് തുടങ്ങിയത് മുതൽ കേരളം എന്ന ദളപതി ഫോർട്ട് കാലങ്ങൾക്കിപ്പുറം വീണ്ടും ഉണർന്നു. വൺ ലാസ്റ്റ് ഡാൻസിനായി 2 കോടിക്ക് മുകളിലാണ് നിലവിലത്തെ പ്രീസെയിൽ കണക്കുകൾ. തമിഴ്നാട്ടിൽ ബുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ കർണാടകത്തിൽ ലിമിറ്റഡ് ബുക്കിംഗിൽ പാൻ വേൾഡ് ലെവലിൽ 10 കോടിക്ക് മുകളിൽ ജനനായകൻ സ്വന്തമാക്കിയിരുന്നു. നിലവിൽ ആഗോളതലത്തിൽ 20 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ പ്രീസെയിൽ എന്ന് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രീസെയിലൂടെ മാത്രം കറുപ്പിന്റെ കേരള ഓപ്പണിംഗ് ജനനായകൻ സ്വന്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. എമ്പുരാൻ ഇറങ്ങും വരെ കേരള ബോക്സ് ഓഫീസിലെ ഓപ്പണിംഗ് ഡേയിൽ വിജയ് എന്ന പേരായിരുന്നു ഒന്നാമത്. ലിയോ വെച്ച് വിജയ് കൊയ്ത നേട്ടങ്ങൾ അനവധിയായിരുന്നു. KBOയിലെ 12 കോടി ഓപ്പണിംഗ്, വേൾഡ് വൈഡായി ഒരു തമിഴ് സിനിമയുടെ എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ്, ഇൻഡസ്ട്രി ഹിറ്റ്. എന്തിന്, ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ സാക്ഷാൽ ഡിക്കാപ്രിയോ സ്കോർസെസി പടത്തെ വരെ ലിയോ വീക്കെൻഡിൽ മുട്ടുകുത്തിച്ചത് നാം കണ്ടു. എമ്പുരാൻ വന്ന് ഓപ്പണിംഗ് ഡേയിലെ റെക്കോർഡ് തിരുത്തി. കൂലി 151 കോടി അടിച്ച് വേൾഡ് വൈഡായി ഒരു തമിഴ് സിനിമയുടെ ഹയസ്റ്റ് ഓപ്പണിംഗ് ഡേയും കൊണ്ടുപോയി. ജനനായകനിലൂടെ ഈ റെക്കോർഡുകളൊന്നും വിജയ്ക്ക് കടത്തിവെട്ടാനായേക്കില്ല. ഒരുപക്ഷെ ലീക്കാകാതെ ജനുവരിയിൽ തന്നെ സിനിമ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ വിധി മറ്റൊന്നായേനെ. എങ്കിലും ചിത്രം ഓപ്പണിംഗ് ഡേയിൽ 100 കോടി സ്വന്തമാക്കുമെന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം ആദ്യ ദിവസത്തെ ഓളത്തിന് ശേഷം സിനിമ തകരുമെന്ന് പറയുന്നവരുമുണ്ട്. വേൾഡ് വൈഡായി 3000ഓളം തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അതിൽ 950 തമിഴ്നാട്ടിലാകും. മറ്റിടങ്ങളിലൊക്കെ 6 മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും തമിഴ്നാട്ടിൽ 9 മണിക്കാണ് ആദ്യ ഷോ. ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത 190 രൂപയ്ക്ക് മുകളിൽ തമിഴ്നാട്ടിൽ ടിക്കറ്റുകളും വിൽക്കാനാകില്ല. അതിനാൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉയർന്ന തുകയ്ക്ക് വിൽക്കുമ്പോഴും ഹോം സ്റ്റേറ്റിൽ ആ പരിപാടി നടക്കില്ല. നിലവിൽ ബാംഗ്ലൂരിലെ സിനിപോളിസിൽ 2500 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ചില തിയേറ്ററുകളിൽ പ്രീമിയർ ഷോ ടിക്കറ്റുകൾക്ക് 1000-നടുത്താണ് വില. അവയിൽ പലതും ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. വിജയ് മുഖ്യമന്ത്രിയായതിനാൽ തന്നെ തന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരു വിവാദങ്ങളും ഉണ്ടാകാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകിയതായാണ് വിവരം. ജനുവരിയിൽ ജനനായകന്റെ റിലീസ് വൈകിയ സാഹചര്യത്തിൽ പല സിനിമകളും അവരുടെ റിലീസും ജനനായകൻ അനുസരിച്ച് പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പോഴിതാ സമാന സാഹചര്യം വീണ്ടും വന്നിരിക്കുകയാണ്. ലോകേഷ് കനകരാജ് നായകനാകുന്ന DC, GV പ്രകാശ് കുമാറിന്റെ ഇമ്മോർട്ടൽ, ദ ഡാർക്ക് ഹെവൻ, വിജയുടെ മകൻ ജെയ്സൺ സംവിധാനം ചെയ്യുന്ന സിഗ്മ തുടങ്ങിയ സിനിമകളെല്ലാം ജനനായകന്റെ വരവോടെ റിലീസ് മാറ്റിവെച്ചു. കരിയറിന് ഉച്ചമെന്ന് ആ മനുഷ്യൻ പണ്ടൊരിക്കൽ പറഞ്ഞതിനോട് അടിവരയിടുന്ന കാര്യങ്ങൾ. വിജയ് ഫാൻസിന് ഇത് അവസാനത്തെ FDFS ആണ്. ഇത്രയും കാലം കൊണ്ടു നടന്ന സെലിബ്രേഷന്റെ കലാശക്കൊട്ട്. പ്രായഭേദമന്യേ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിച്ച ദളപതിയെ മിസ് ചെയ്യും. വിജയ് നേടിയെടുത്ത സ്റ്റാർഡത്തിന്റെ പീക്ക് സ്വന്തമാക്കുകയും പലർക്കും സ്വപ്നം മാത്രമായി തുടരും. സിനിമകളിൽ തുടരെ രക്ഷകവേഷത്തിൽ എത്തിയപ്പോൾ കളിയാക്കിയവർക്ക് റിയൽ ലൈഫിൽ CM അയാൾ നൽകിയത്ര മാസ് മറുപടിയൊന്നും ഇവിടെ ആരും നടത്തിയിട്ടില്ല. സിനിമാഭിനയം നിർത്തിയാലും കാലങ്ങളോളം ഓർമ്മിക്കപ്പെടുന്ന താരമായി അദ്ദേഹം നിലനിൽക്കുമെങ്കിൽ അതിനുള്ള കാരണവും ആ മാസ് പെർഫോമൻസ് തന്നെ. ബോക്സ് ഓഫീസ് കണക്കുകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾക്ക് ആസ്വാദനത്തിന്റെ പീക്ക് തന്ന ഇളയ ദളപതിയുടെ അവസാന ആട്ടം കളറാകട്ടെ, വെറുത്തനമാകട്ടെ.